ബിയർ, വൈൻ, വിസ്കി, വോഡ്ക ഈ മദ്യപാനീയങ്ങൾ തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ മദ്യപാനീയങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ആരോഗ്യകരമെന്ന് വിളിക്കാൻ കഴിയുമോ? ശാസ്ത്രീയമായി നോക്കുമ്പോൾ മദ്യപാനത്തിന്റെ സുരക്ഷിതമായ പരിധി എന്താണ്? മദ്യം കഴിക്കുമ്പോൾ നമുക്ക് ലഹരി ഉണ്ടാകുന്നതിന് പിന്നിൽ ഒരു രസകരമായ കാരണമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ കരൾ രക്തത്തിൽ നിന്ന് മദ്യത്തെ നീക്കം ചെയ്യുന്ന വേഗത നിങ്ങളുടെ മസ്തിഷ്കം മദ്യത്തെ ആഗിരണം ചെയ്യുന്ന വേഗതയേക്കാൾ കുറവാകുമ്പോഴാണ് ലഹരി പതിയെ മാറിത്തുടങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടിക്കാലത്ത് മദ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഏതോ ഒരു ഹൈഫൈ പാനീയമാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ വാസ്തവത്തിൽ മദ്യം ഒരു വളരെ സ്വാഭാവികമായ വസ്തുവാണ്. അതിന്റെ ചരിത്രം മനുഷ്യന്റെ ചരിത്രത്തെക്കാൾ പഴക്കമുള്ളതാണ്. ദൗർഭാഗ്യകരമായ കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ചേരികളിലും ശുദ്ധമായ വെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ മദ്യം വളരെ എളുപ്പത്തിൽ ലഭ്യമാണ്. വാസ്തവത്തിൽ മദ്യം നിങ്ങളുടെ ശരീരത്തിന് എത്രത്തോളം ഹാനികരമാണ്? മദ്യപാനത്തിന്റെ സുരക്ഷിതമായ പരിധി എന്താണ്? മദ്യം കഴിക്കുമ്പോൾ ലഹരി എന്തുകൊണ്ടുണ്ടാകുന്നു? ബിയർ, വോഡ്ക, വിസ്കി, റം ഈ എല്ലാ പാനീയങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ആഴത്തിലുള്ള ഉത്തരങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാം. സ്വാഗതം. ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം അഭിപ്രായങ്ങൾ കൂടി പങ്കുവെക്കുക. വാസ്തവത്തിൽ മദ്യത്തിന്റെ ചരിത്രം മനുഷ്യന്റെ ചരിത്രത്തെക്കാൾ പഴക്കമുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മദ്യം വളരെ സ്വാഭാവികമായ ഒന്നാണ്. ഹോമോസാപ്പിയൻസിന്റെ പരിണാമത്തിന് മുമ്പ് തന്നെ ഇത് നിലനിന്നിരുന്നു. പക്ഷേ മനുഷ്യർ വന്നതിനു ശേഷം ഫെർമെന്റേഷൻ എങ്ങനെ സ്വാഭാവികമായി നടന്നിട്ടുണ്ടാകുമെന്ന് ചിന്തിക്കാൻ പ്രയാസമില്ല. ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലെ ജിയാവു എന്ന പുരാതന ഗ്രാമത്തിൽ BC 7000 നിന്നുള്ള കളിമൺ പാത്രങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. അവയിൽ അരി, മുന്തിരി, തേൻ എന്നിവയിൽ നിന്ന് നിർമ്മിച്ച പാനീയങ്ങളുടെ അടയാളങ്ങൾ കണ്ടെത്തുകയുണ്ടായി. അതുപോലെ ഇസ്രയേലിലെ ഫൈഫയിൽ ഒരു പ്രാചീന ഗുഹയിൽ 13,000 വർഷം പഴക്കമുള്ള ബിയറിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഗോതമ്പ്, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ വെള്ളത്തിൽ മുക്കിവെക്കുമ്പോൾ ശരിയായ താപനിലയിലും അന്തരീക്ഷത്തിലും വായുവിലുള്ള ഈസ്റ്റ് അതുമായി പ്രതിപ്രവർത്തിച്ച് ഫെർമെന്റേഷൻ തുടങ്ങുന്നു. ഇങ്ങനെയാണ് ബിയർ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മുന്തിരിപ്പഴങ്ങളുടെ ഫെർമെന്റേഷനിൽ നിന്നുണ്ടാക്കുന്ന മദ്യത്തെ നമ്മൾ വൈൻ എന്ന് വിളിക്കുന്നു. ഈ പ്രക്രിയ പൂർണ്ണമായും സ്വാഭാവികമായും നടക്കാം. അടിസ്ഥാനപരമായി സ്വാഭാവിക പഞ്ചസാരയോ സ്റ്റാർച്ചോ ഉള്ള ഏതൊരു ഭക്ഷണവസ്തുവിലും ഫെർമെന്റേഷൻ സംഭവിക്കാം. അതിൽ നിന്ന് ഒരു മദ്യം ഉണ്ടാവാം. ഉദാഹരണത്തിന് ഗോതമ്പിന്റെ ഫെർമെന്റേഷനിൽ നിന്ന് ബിയർ, മുന്തിരിപ്പഴത്തിന്റെ ഫെർമെന്റേഷനിൽ നിന്ന് വൈൻ, അരിയുടെ ഫെർമെന്റേഷനിൽ നിന്ന് റൈസ് വൈൻ, ആപ്പിളിന്റെ ഫെർമെന്റേഷനിൽ നിന്ന് സെഡാർ, വാഴപ്പഴത്തിന്റെ ഫെർമെന്റേഷനിൽ നിന്ന് ബനാന ബിയർ, തെങ്ങിൽ നിന്ന് ഫെർമെന്റേഷൻ ചെയ്ത് കള്ള്. പ്രധാനമായും ഈസ്റ്റിന്റെ ഉപോൽപ്പന്നമായ ലാക്റ്റിക് ആസിഡ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അതിനാൽ വ്യത്യസ്തമായ വസ്തുക്കളുടെ ഫെർമെന്റേഷനിൽ നിന്നുണ്ടാകുന്ന മദ്യം വ്യത്യസ്ത അളവുകളിലാണ് ഉണ്ടാകുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ചില ഫലങ്ങളുടെ ഫെർമെന്റേഷനിൽ നിന്ന് ഇഥനോൾ മാത്രമല്ല മിഥനോളും ഉണ്ടാകുന്നു. മിഥനോൾ നേരിട്ട് കഴിക്കുന്നത് മാരകമാണ്. ഒരു നിശ്ചിത അളവിൽ അധികം കഴിച്ചാൽ ഇത് തൽക്ഷണം മരണത്തിന് കാരണമാകും, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടാം. ഇതേസമയം മനുഷ്യർ ഒരു കാര്യം കണ്ടെത്തി. ഫെർമെന്റേഷനിൽ നിന്ന് ഉണ്ടാകുന്ന ഈ സ്വാഭാവിക മദ്യപാനീയങ്ങളിൽ മദ്യത്തിന്റെ ശതമാനം 18-19% കൂടുതൽ ഉയരുന്നില്ല. കാരണം അതിനു മുകളിൽ മദ്യം ഈസ്റ്റിന് വിഷമായി മാറുന്നു. അത് സ്വയം മരിക്കുകയും ഫെർമെന്റേഷന്റെ പ്രക്രിയ നിന്നുപോവുകയും ചെയ്യുന്നു. ഇത് കണ്ട് ആരോ ഒരു വഴി ചിന്തിച്ചു. ഈ മദ്യത്തെ ചൂടാക്കി തിളപ്പിച്ചാൽ മദ്യം വെള്ളത്തേക്കാൾ വേഗം ചൂടായി ആവിയായി മാറുന്നു. ആ ആവി പിടിച്ചെടുത്ത് തണുപ്പിച്ചാൽ ശേഷിക്കുന്ന ദ്രാവകത്തിൽ മദ്യത്തിന്റെ ശതമാനം കൂടുതലായിരിക്കും. ഇത് വളരെ ശക്തമായ മദ്യമായിരിക്കും. ഈ പ്രക്രിയയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഡിസ്റ്റിലേഷൻ. ഇതിൽ നിന്നാണ് വിസ്കി, റം, വോഡ്ക, ബ്രാൻഡി തുടങ്ങിയ സ്പിരിറ്റുകൾ ഉണ്ടാകുന്നത്. ഇവയിൽ മദ്യത്തിന്റെ ശതമാനം 30, 40, 50, 60% വരെ എത്താം. വൈനിനെ ഡിസ്റ്റിൽ ചെയ്താണ് ബ്രാൻഡി ഉണ്ടാക്കുന്നത്. ബിയറിനെ ഡിസ്റ്റിൽ ചെയ്താണ് വിസ്കി. കരിമ്പിന്റെ ഫെർമെന്റേഷനും ഡിസ്റ്റിലേഷനും വഴി റം, ഉരുളക്കിഴങ്ങിന്റെ ഡിസ്റ്റിലേഷനിൽ നിന്ന് വോഡ്ക, അതുപോലെ തന്നെ ബ്ലൂ അഗേവ് ചെടിയുടെ ഡിസ്റ്റിലേഷനിൽ നിന്ന് ടെക്കീല ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലായി കാണും ഈ പല പേരുകൾ എവിടെ നിന്നാണ് വന്നത് എന്ന്. ചിലപ്പോൾ സോഡയുമായോ മറ്റ് ജ്യൂസുകളുമായോ കലർത്തി അങ്ങനെ വ്യത്യസ്ത തരം കോക്ടെയിലുകൾ ഉണ്ടായി. പക്ഷേ കാര്യം എന്താണ്? ഈ എല്ലാത്തരം വ്യത്യസ്ത പാനീയങ്ങളിലും ഒരു കാര്യം പൊതുവാണ്. അത് ഇഥനോളാണ്. ഇതിനെ നമ്മൾ മദ്യം എന്ന് വിളിക്കുന്നു. നിങ്ങൾ മദ്യം കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മദ്യം വായിൽ നിന്ന് ഭക്ഷണനാളിയിലൂടെ വയറ്റിലേക്ക് പോകുന്നു. വയറിന് ഇതിന്റെ 20% മാത്രമേ ആഗിരണം ചെയ്യാൻ കഴിയൂ. യഥാർത്ഥ ദഹനം നടക്കുന്നത് ചെറുകുടലിലാണ്. അവിടെ നിന്ന് മദ്യം വളരെ വേഗം നിങ്ങളുടെ രക്തത്തിൽ ലയിക്കുന്നു. നിങ്ങളുടെ വയറിനും ചെറുകുടലിനുമിടയിൽ ഒരു വാതിൽ പോലുള്ള പേശിയുണ്ട്. അതിനെ പൈലോറിക് സ്ഫിങ്കർ എന്നാണ് വിളിക്കുന്നത്. ഇത് നിയന്ത്രിക്കുന്നത് വയറിൽ നിന്ന് ചെറുകുടലിലേക്ക് എത്ര വേഗം കഴിച്ച ഭക്ഷണ സാധനങ്ങൾ പോകുമെന്നാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വയർ നിറയുന്നു. ഭക്ഷണം ദഹിക്കാൻ വേണ്ടി ഈ പേശി കുറച്ചുനേരം അടഞ്ഞിരിക്കും. അങ്ങനെ മദ്യം കഴിച്ചാൽ അത് വയറ്റിൽ കൂടുതൽ നേരം തങ്ങി നിൽക്കും. പതിയെ മാത്രം രക്തത്തിൽ എത്തിച്ചേരും. പക്ഷേ ശൂന്യമായ വയറ്റിൽ മദ്യം കഴിച്ചാൽ ഈ വാതിൽ തുറന്നിരിക്കും. മദ്യം വേഗം ചെറുകുടലിലെത്തി വളരെ വേഗം രക്തത്തിൽ ലയിക്കും. അതിനാൽ ശൂന്യമായ വയറ്റിൽ മദ്യം കഴിക്കുമ്പോൾ ലഹരി വേഗം തലക്ക് പിടിക്കുന്നു. രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു. പ്രത്യേകിച്ച് രക്തപ്രവാഹം കൂടുതലുള്ള ഇടങ്ങളിൽ മദ്യം കൂടുതൽ കേന്ദ്രീകൃതമാകുന്നു. ഉദാഹരണത്തിന് കരളിലും മസ്തിഷ്കത്തിലും. കരൾ നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാന അവയവമാണ്. മാലിന്യങ്ങളും വിഷപദാർത്ഥങ്ങളും ശുദ്ധീകരിക്കുന്നു. മദ്യത്തെ വേടിപ്പിക്കാൻ കരളിൽ പ്രത്യേക എൻസൈമുകളുണ്ട്. ഇത് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഒന്നാമത് ADH എന്ന എൻസൈം മദ്യത്തെ അസറ്റാൽഡിഹൈഡാക്കി മാറ്റുന്നു. അസറ്റാൽഡിഹൈഡ് ഒരു വിഷലിപ്തമായ രാസവസ്തുവാണ്. ഇതാണ് മദ്യത്തിന് ശേഷം ഹാങ് ഓവറിനും തലവേദനയ്ക്കും കാരണമാവുന്നത്. ALDH എന്ന മറ്റൊരു എൻസൈം ഈ വിഷലിപ്തമായ അസറ്റാൽഡിഹൈഡിനെ അസറ്റേറ്റ് ആക്കി മാറ്റുന്നു.
അസറ്റേറ്റ് ശരീരത്തിന് ദോഷകരമല്ല. പിന്നീട് അത് വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡുമായി വിഘടിച്ചു പോകുന്നു. നിങ്ങളുടെ തലവേദനയും ഹാങ് ഓവറും മാറുന്നത് നിങ്ങളുടെ കരൾ ഈ വിഷത്തെ നീക്കം ചെയ്യുന്നതിനാണ്. പക്ഷേ നമ്മുടെ കരൾ ഒരു നിശ്ചിത വേഗത്തിൽ മാത്രമേ മദ്യത്തെ ശുദ്ധീകരിക്കുകയുള്ളൂ. മദ്യം രക്തത്തിൽ അടിഞ്ഞുകൂടുന്നു. ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നു. ഇത് കൂടുന്നതിനനുസരിച്ച് ലഹരിയും കൂടുന്നു. മദ്യത്തിന്റെ ഏറ്റവും വലിയ പ്രഭാവം നമ്മുടെ മസ്തിഷ്കത്തിലാണ്. നമ്മുടെ മസ്തിഷ്കം ധാരാളം ന്യൂറോണുകളാൽ നിർമ്മിതമാണ്. ഈ ന്യൂറോണുകൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉപയോഗിക്കുന്നു. മദ്യം പ്രത്യേകിച്ച് 2 ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ബാധിക്കുന്നു. ഒന്നാമത് GABA. ഇത് മസ്തിഷ്കത്തിന്റെ ബ്രേക്ക് പെഡലാണ്. മസ്തിഷ്കത്തിന്റെ വേഗത കുറയ്ക്കുകയും നമ്മളെ ശാന്തമാക്കുകയും ചെയ്യുന്നു. പിന്നെയുള്ളത് ഗ്ലൂട്ടാമേറ്റ്. ഇത് മസ്തിഷ്കത്തിന്റെ റേസ് പെഡലാണ്. മസ്തിഷ്കത്തെ സജീവവും വേഗമേറിയതുമാക്കുന്ന ഒന്ന്. മദ്യപാനം GABA വർദ്ധിപ്പിക്കുകയും ഗ്ലൂട്ടാമേറ്റിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിനാൽ നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ ശരിയായി ബന്ധപ്പെടാൻ കഴിയാതെ വരുന്നു. മസ്തിഷ്കത്തിന്റെ പ്രോസസ്സിംഗ് വേഗത കുറയുന്നു. ഇതാണ് നമുക്ക് ശാന്തതയും വിശ്രമവും അനുഭവപ്പെടാൻ കാരണം. കൂടുതൽ കഴിച്ചാൽ ഉറക്കം വരുന്നു. വളരെ അധികം കഴിച്ചാൽ ശ്വസനം പോലെയുള്ള അവശ്യ പ്രവർത്തനങ്ങൾ പോലും നിന്നുപോകാം. അത് മാരകമാണ്. ഇതിനു പുറമെ മദ്യപാനം ഡോപ്പമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ മസ്തിഷ്കത്തിലേക്ക് വിടുന്നു. ഡോപ്പമൈൻ സന്തോഷവും നല്ല അനുഭവവും ഉണ്ടാക്കുന്നു. കൂടാതെ എൻഡോർഫിൻ എന്ന രാസവസ്തുക്കളും കടത്തിവിടുന്നു. ഇവ നമ്മുടെ ശരീരത്തിന്റെ വേദന സംഹാരികളും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നവയുമാണ്. മദ്യപാനത്തിന് ശേഷം നമുക്ക് അനുഭവപ്പെടുന്ന സന്തോഷവും വിശ്രമവും എൻഡോർഫിന്റെ സംഭാവനയാണ്. കരൾ രക്തത്തിൽ നിന്ന് മദ്യത്തെ നീക്കം ചെയ്യുന്ന വേഗത മസ്തിഷ്കം മദ്യത്തെ ആഗിരണം ചെയ്യുന്ന വേഗതയേക്കാൾ കൂടുതലാകുമ്പോൾ ലഹരി പതിയെ മാറിത്തുടങ്ങും. മൊത്തത്തിൽ മദ്യം ശരീരത്തിൽ 6 മുതൽ 72 മണിക്കൂർ വരെ തങ്ങി നിൽക്കും. രക്തത്തിൽ 12 മണിക്കൂറും ശ്വാസത്തിൽ 12 മുതൽ 24 മണിക്കൂർ വരെയും മൂത്രത്തിൽ 12 മുതൽ 24 മണിക്കൂർ വരെയും അധികം കഴിച്ചാൽ 72 വരെയും ഉമിനീരിൽ 12 മണിക്കൂറും മുടിയിൽ 90 ദിവസം വരെയും മദ്യത്തിന്റെ അംശങ്ങൾ കാണാം. കഥ ഇങ്ങനെയാണെങ്കിലും പക്ഷേ ദീർഘകാല അടിസ്ഥാനത്തിൽ പതിവായി മദ്യം കഴിക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ശരീരത്തിന് കൂടുതൽ ഹാനികരമാവും. മസ്തിഷ്കം ചുരുങ്ങുകയും ചെറുതാകുകയും ന്യൂറോണുകൾ ചെറുതാകുകയോ മരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. തീരുമാനമെടുക്കലിനും ശ്രദ്ധ കേന്ദ്രീകരിക്കലിനും വൈകാരികമായ നിയന്ത്രണത്തിനും സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഫ്രോണ്ടൽ ലോബ്. മദ്യം ഇതിനെ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നു. അതിനാൽ ദീർഘകാല മദ്യപാനികൾക്ക് വൈകാരിക നിയന്ത്രണം നഷ്ടപ്പെടുന്നു. എളുപ്പത്തിൽ ദേഷ്യം വരുന്നു. മെമ്മറിയും യുക്തിചിന്തയും ബന്ധപ്പെട്ട മസ്തിഷ്ക വിഭാഗമാണ് ഹിപ്പോകാമസ്. മദ്യപാനം കാരണം ഇതിന്റെ വലിപ്പം ചുരുങ്ങുന്നു. ഇതിനു പുറമെ കൂടുതൽ മദ്യം കഴിക്കുന്നതിനനുസരിച്ച് ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ബ്ലാക്ക് ഔട്ട്സിൽ എന്താണ് സംഭവിക്കുന്നത് ഓർക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു. മദ്യം ഹ്രസ്വകാല ഓർമ്മയെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റുന്നത് തടയുന്നു. അതായത് ഒരു ഗജനിയായി മാറുന്നു. മസ്തിഷ്കത്തിന് പുറമെ കരളും ഈ വിഷത്തെ ആവർത്തിച്ച് ഫിൽട്ടർ ചെയ്യാൻ ശ്രമിക്കുന്നതിനാൽ മെല്ലെ മെല്ലെ ക്ഷയിക്കാൻ സാധ്യതയുണ്ട്. കരൾ ക്ഷയത്തിന് 4 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഫാറ്റി ലിവർ. കൊഴുപ്പ് കോശങ്ങളിൽ അടിഞ്ഞുകൂടുന്നു. ഈ ഘട്ടത്തിൽ മദ്യപാനം നിർത്തിയാൽ കരൾ ശരിയാകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെയുള്ളത് ഹെപ്പറ്റൈറ്റിസ്. ഇത് കരൾ വീർക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അതും കഴിഞ്ഞ് ഫൈബ്രോസിസ്. കരളിൽ പാടുകൾ സ്കാർസ് രൂപപ്പെടുന്നു. പിന്നെയുള്ളത് സിറോസിസ്. കരൾ കഠിനവും ക്ഷയിച്ചതുമാകുന്നു. ശരിയായി പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. ഇതൊരു തിരിച്ചുവരവില്ലാത്ത ഘട്ടമാണ്. ഇതിൽ കരൾ പൂർണ്ണമായി പരാജയപ്പെടാം. ഈ ഘട്ടങ്ങളിൽ നിങ്ങളെ ആശുപത്രിയിലേക്ക് എത്തിക്കും. ഒരിക്കൽ അവിടെ എത്തിയാൽ പിന്നെ ലക്ഷങ്ങളുടെ ബിൽ നിങ്ങളുടെ കയ്യിൽ വരും. ധാരാളം കുടുംബങ്ങളുടെ ജീവിതകാല സമ്പാദ്യം ഇതിന് ചിലവഴിക്കപ്പെടുന്നു. പലപ്പോഴും വായ്പകൾ എടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ കുട്ടിയെയും ചട്ടിയും എടുത്ത് വല്ല കടവരാന്തയിലും കിടക്കേണ്ടി വരും. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. നിങ്ങൾ മാസത്തിൽ മദ്യം കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മദ്യക്കുപ്പിയുടെ വിലയേക്കാൾ കുറഞ്ഞ തുകയിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസുകൾ ലഭ്യമാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അമിതമായി മദ്യം കഴിക്കുന്നവർ അത് കുറച്ച് കൊണ്ടുവരിക. ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ പരമാവധി മാറ്റി നിർത്താൻ ശ്രദ്ധിക്കുക. മദ്യം ഇത്രയും മോശമാണെങ്കിൽ മറ്റു ലഹരിയിലേക്ക് പോകാമെന്ന് കരുതണ്ട. മറ്റു ലഹരികൾ ഇതിനേക്കാളും വേഗതയിൽ നിങ്ങളെ മുകളിലേക്ക് എടുക്കാൻ പ്രാപ്തിയുള്ളവയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നവരുടെ സപ്പോർട്ട് തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പങ്കുവെക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും കാണുന്നവരെ